രാത്രിയുടെ നിശബ്ദതയിൽ നിങ്ങൾ സുഖമായി പുതച്ചുറങ്ങുമ്പോൾ അരികിൽ ഒരു അതിഥി വന്നാൽ എങ്ങനെയുണ്ടാകും? ഒരുപക്ഷെ നിങ്ങൾ സുഖമായി സ്വപ്നം കണ്ട് ഉറങ്ങുകയാവാം. പക്ഷേ നിങ്ങളുടെ അരികിൽ ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ ആ സൈലന്റ് കില്ലർ അപ്പോഴുണ്ടാകും. ശബ്ദമുണ്ടാക്കില്ല, വലിയ പല്ലുകളില്ല, കടിക്കുമ്പോൾ വേദന പോലുമില്ല. പക്ഷേ അകത്തെത്തുന്നത് മരണത്തിൻ്റെ നീലവിഷമാണ്. പാമ്പുകളുടെ ലോകത്തെ ഈ നിശബ്ദ കൊലയാളിയെക്കുറിച്ചുള്ള കഥ കേട്ടാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും തറയിൽ പായ വിരിച്ചോ ജനലുകൾ അടയ്ക്കാതെയോ ഉറങ്ങാൻ കിടക്കില്ല. നമ്മുടെ നാട്ടിലൊക്കെ വെള്ളിക്കെട്ടൻ എന്നും ശംഖുവരയൻ എന്നും മോതിരവളയൻ എന്നുമൊക്കെ അറിയപ്പെടുന്ന ഈ കക്ഷി ഒരു ഒന്നൊന്നര ഐറ്റമാണ്. ശാസ്ത്രീയമായി പറഞ്ഞാൽ എലാപ്പിഡെ കുടുംബത്തിലെ ബംഗാരസ് സെറൂലിയസ് എന്ന കോമൺ ക്രൈറ്റ്. ഇന്ത്യയിലെ ബിഗ് ഫോർ പാമ്പുകളിൽ ഏറ്റവും വിഷവീര്യമുള്ളവൻ ഇവനാണ്. കാണാൻ നല്ല എണ്ണക്കറുപ്പ് നിറം, അതിൽ വെള്ളി മോതിരങ്ങൾ കോർത്തതുപോലെ ഇരട്ട വെള്ള വരകൾ. ഇനി വല്ലപ്പോഴും വെളുത്ത നിറമുള്ള ആൽബിനോ ലുക്കിലും ഇവരെ കണ്ടേക്കാം. പക്ഷേ അത് അത്യപൂർവമാണ്. ശരാശരി 3 മുതൽ 4 അടി വരെയാണ് വലിപ്പമെങ്കിലും 5 അടി 9 ഇഞ്ച് വരെയുള്ള ഭീമന്മാരെയും പിടികൂടിയിട്ടുണ്ട്. കാണാൻ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ചിലരൊക്കെ ഇവനെ 8 അടി വീരൻ എന്ന് വിളിച്ച് ബഹുമാനിക്കാറുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, വെള്ളിക്കെട്ടൻ പകൽ സമയത്ത് വെറും പാവമാണ്. വല്ല എലിപ്പൊത്തിലോ കരിയിലക്കൂട്ടിലോ ചുരുണ്ടുകൂടി ഉറങ്ങുകയായിരിക്കും പണി. ആരെങ്കിലും അങ്ങോട്ട് ചെന്ന് ചൊറിഞ്ഞാൽ പോലും പോപ്പ എനിക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞ് തല ചുരുട്ടി വെച്ച് കിടക്കുന്ന ഒരു മാന്യൻ. പക്ഷേ സൂര്യൻ അസ്തമിച്ചാൽ സീൻ മാറും. നൈറ്റ് റൈഡ് ഓണാകുന്നതോടെ ഇവർ ക്രൂരന്മാരായ വേട്ടക്കാരായി മാറും. അതായത് പകലുറങ്ങിയ ഉറക്കമെല്ലാം തീർത്ത് നമ്മുടെ വെള്ളിക്കെട്ടൻ ഒരു നൈറ്റ് റൈഡിന് ഇറങ്ങും. ഇവരുടെ മെയിൻ ഫുഡ് തവളയും എലിയും മാത്രമൊന്നുമല്ല, മറ്റ് പാമ്പുകളെ കൂടി ഇവർ ശാപ്പിടും. സ്വന്തം വർഗക്കാരെ പോലും ഭക്ഷിക്കുന്ന ഒരു തരം കാനിബാലിസം ഇവരുടെ സ്വഭാവമാണ്. ഒരു വശത്ത് ഇത്ര ക്രൂരന്മാരാണെങ്കിലും മറുവശത്ത് സ്വന്തം കുടുംബത്തിന്റെ കാര്യത്തിൽ ഇവർ നല്ല രക്ഷിതാക്കളാണ്. നമ്മുടെ വെള്ളിക്കെട്ടന്റെ പെണ്ണുങ്ങൾ 5 മുതൽ 15 മുട്ടകൾ വരെ ഇട്ട് അവ വിരിയുന്നത് വരെ ഏകദേശം 60 ദിവസം കാവലിരിക്കും. ഈ ലോകത്ത് രക്ഷാകർതൃത്വം കാണിക്കുന്ന പാമ്പ് വർഗങ്ങളിൽ ഒന്നാണിവർ. ഇന്ത്യയിലെ ഏറ്റവും പവർഫുള്ളായ ന്യൂറോടോക്സിൻ വിഷമാണ് വെള്ളിക്കെട്ടൻ്റേത്. ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യനെ കൊല്ലാൻ വെറും 2 അല്ലെങ്കിൽ 3 മില്ലിഗ്രാം വിഷം മതി. ഇതിലെ ബീറ്റ ബംഗാരോ ടോക്സിനുകൾ നമ്മുടെ നാഡീവ്യവസ്ഥയെ ലോക്ക് ചെയ്യും. താമസിയാതെ നമ്മൾ ഫിനിഷ് ആവുകയും ചെയ്യും. ഏറ്റവും പേടിക്കേണ്ട കാര്യം വെള്ളിക്കെട്ടൻ്റെ കടിയുടെ പ്രത്യേകതയാണ്. സാധാരണ പാമ്പുകൾ കടിച്ചാൽ നല്ല വേദനയും നീരും ഒക്കെ വരും. എന്നാൽ നമ്മുടെ വെള്ളിക്കെട്ടൻ ഒരു സൈലന്റ് ഓപ്പറേറ്ററാണ്. വളരെ ചെറിയ വിഷപ്പല്ലുകളായതുകൊണ്ട് കടിച്ചാൽ ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന പോലും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ രാത്രി തറയിൽ കിടന്നുറങ്ങുന്നവർ ഇവന്റെ കടിയേറ്റാൽ പലപ്പോഴും അറിയാറില്ല. ഒരു മുറിവ് പോലും കാണാത്തതുകൊണ്ട് ഏതോ പ്രാണിയായിരിക്കും എന്ന് കരുതി നമ്മൾ വീണ്ടും ഉറങ്ങും. പക്ഷേ അകത്ത് കയറുന്ന വിഷം കുറച്ചു നേരം കൊണ്ട് പണി തുടങ്ങും. കടിയേറ്റ് കഴിഞ്ഞ് 1-2 മണിക്കൂറിനുള്ളിൽ മുഖത്തെ പേശികൾ വലിഞ്ഞു മുറുകും. കാഴ്ച മങ്ങും, സംസാരിക്കാൻ കഴിയാതാകും, കഠിനമായ വയറുവേദന അനുഭവപ്പെടും. ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ശ്വാസകോശത്തിലെ പേശികൾ തളർന്ന് ശ്വാസം മുട്ടി മരണം സംഭവിക്കും. കൃത്യസമയത്ത് ചികിത്സ കിട്ടിയില്ലെങ്കിൽ മരണനിരക്ക് 70 മുതൽ 80%. അണലിക്ക് പെരുമ്പാമ്പെന്ന പോലെ വെള്ളിക്കെട്ടനും ഒരു അപരനുണ്ട്, കോമൺ വോൾഫ് അഥവാ വെള്ളി വരയൻ. തമ്മിൽ തിരിച്ചറിയാനും അല്പം ബുദ്ധിമുട്ടുണ്ട്. കോമൺ വോൾഫിന്റെ തലയ്ക്ക് തൊട്ടു പിന്നിൽ നിന്ന് തന്നെ ഒറ്റ വരകൾ ആരംഭിക്കും. എന്നാൽ വെള്ളിക്കെട്ടന്റെ ഇരട്ട വരകൾ ആരംഭിക്കുന്നത് ഉടലിന്റെ കാൽഭാഗം കഴിഞ്ഞതിന് ശേഷമാണ്. വെള്ളിക്കെട്ടന്റെ തല ഉരുണ്ടതായിരിക്കും, എന്നാൽ കോമൺ വോൾഫിൻ്റേത് അല്പം പരന്ന തലയാണ്. ഇതൊക്കെയാണെങ്കിലും താൻ എന്തോ വലിയ സംഭവമാണെന്ന ചിന്തയിൽ അക്രമാസക്തനാകുന്നതുകൊണ്ട് കോമൺ വോൾഫ് നല്ല തല്ലുകൊള്ളിയും പെട്ടെന്ന് പരലോകത്തെത്തുന്നവനുമാണ്. കോമൺ ക്രൈറ്റ് എന്ന നമ്മുടെ ശംഖുവരയനാകട്ടെ സൈലന്റ് കില്ലറും. കേരളത്തിൽ പാമ്പുകടി മരണങ്ങൾ കൂടുന്നതിൻ്റെ ഒരു കാരണം വെള്ളിക്കെട്ടനാണ്. മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയോട് ഏറ്റവും അടുത്തു നിൽക്കാൻ വെള്ളിക്കെട്ടൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഈ മരണങ്ങൾ സംഭവിക്കുന്നത്.
ഇത് മറികടക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തറയിൽ കിടന്നുറങ്ങാതെ നോക്കുക. കൊതുകുവല ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. വീടിന് സമീപത്തെ കുറ്റിച്ചെടികളും പുല്ലുമൊക്കെ വെട്ടി വെളുപ്പിക്കുക. ജനലിനരികിലേക്ക് നീളുന്ന വള്ളിച്ചെടികളോ മരങ്ങളോ ഉണ്ടെങ്കിൽ വെട്ടിമാറ്റുക. ഇതൊക്കെ ആവശ്യം വേണ്ട മുൻകരുതലുകളാണ്. എന്തായാലും 360 അണ്ണന്മാരും മൂർഖേഷുമാരും രാജരാജനും അരങ്ങുവാഴുന്ന പാമ്പ് ലോകത്ത് ഇങ്ങനെയൊരു നിശബ്ദ കൊലയാളി കൂടി ഉണ്ടെന്ന് മറക്കരുത്. മറന്നാൽ ശേഷം ഓർമ്മ കിട്ടുന്നത് പരലോകത്തായിരിക്കും.